ഇൻഡിപെൻഡൻസ് പാലസിന് ശേഷം ഞങ്ങൾ പോയത് വിയറ്റ്നാം വാർ റെമിനന്റ് മ്യൂസിയമാണ്. വാർ റെമിനന്റ് മ്യൂസിയം എന്ന് പറഞ്ഞാൽ വളരെ ശേഖരങ്ങളാണ് അവിടെ. അപ്പം നമ്മളിപ്പം അങ്ങോട്ട് ചെല്ലുന്ന സ്ഥലത്ത് ആദ്യം ഇതിന്റെ കവാടങ്ങളൊക്കെ കാണാൻ പറ്റും. പിന്നീട് നമ്മൾ നിരത്തി കുറേ ഫ്ലൈറ്റുകളും എയർക്രാഫ്റ്റും US ഫോഴ്സിന്റെ കുറേ എയർക്രാഫ്റ്റുകളൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. നല്ല വൃത്തിയായിട്ടുള്ള ഒരു സ്ഥലങ്ങളാണ്. ഭയങ്കര ക്ലീൻ ആണ്, നീറ്റ് ആൻഡ് ടൈഡി ആണ്. അതായത് ഒരു മരം തന്നെ ഇതിന്റെ ബോൺസൈ പോലെ അവർ ഡെക്കറേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലായിട്ട് ഇപ്പം നിങ്ങൾ ഈ കാണുന്നത് ചിൻഹുക്ക് എന്ന് പറഞ്ഞ ഡബിൾ എൻജിൻ എയർക്രാഫ്റ്റ് ആണ്. അത് അവിടെ അന്നത്തെ യുദ്ധത്തിന് ഒക്കെ യൂസ് ചെയ്തിരിക്കുന്നതാണ്. അതായത് ആർട്ടിലറീസും വെപ്പൺസും ഒക്കെ ക്യാരി ചെയ്യുന്നൊരിതാണ്. നമ്മൾ അകത്തോട്ട് കയറുമ്പോൾ തന്നെ ലെഫ്റ്റ് സൈഡിലായിട്ട് ഈ നമ്മുടെ എന്താ പറയുക, ഗിഫ്റ്റുകളൊക്കെ മേടിക്കാൻ വേണ്ടിയുള്ള കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും. പിന്നെ ആ വാൾസിൽ തന്നെ ഫുള്ള് ഫോട്ടോഗ്രാഫ്സ് വെച്ചിട്ടാണ് ഈ ഒരു വിയറ്റ്നാം വാറിൻ്റെ പ്രതീതി നമ്മളെ ഉളവാക്കുകയാണ്. ശരിക്കും പറഞ്ഞാൽ ഒരു സന്തോഷമാണോ സങ്കടമാണോ എന്നറിയത്തില്ല. കൂടുതലും നമ്മളെ ആ ഒരു ഒരു യുദ്ധം എന്നുള്ള പ്രതീതി, അന്ന് നടന്ന സംഭവ വികാസത്തെ പറ്റി നമ്മളെ കൂടുതലായി അറിയിക്കുന്ന ഒരു മ്യൂസിയം തന്നെയാണ്. ലോകത്തിലെ പ്രശസ്തരായ ഫോട്ടോഗ്രാഫേഴ്സിൻ്റെ ഫോട്ടോഗ്രാഫ് വെച്ചിട്ടുള്ള ഒരു കളക്ഷൻ, ഒരു ശേഖരം തന്നെയാണ് ഈ മ്യൂസിയം. അപ്പം ആ സമയത്ത് നടന്ന പ്രൊട്ടസ്റ്റിനെ കുറിച്ചും, അതായത് വിയറ്റ്നാമിൽ വാർ നിർത്തണം എന്ന് പറഞ്ഞ് അനേക രാജ്യങ്ങൾ പ്രൊട്ടസ്റ്റ് ചെയ്ത ഫോട്ടോസൊക്കെയാണ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നത്. പിന്നെ നമ്മൾ ഏറ്റവും വളരെ ഫേമസ് ആയിട്ടുള്ള നെഹ്റുവിന് എഴുതിയ കത്തുകളൊക്കെ നമുക്ക് കാണാൻ പറ്റും. ഹോഷ്മിന് ജയിലിൽ കിടന്ന് എഴുതിയ കത്തുകൾ, നമ്മുടെ ഇന്ത്യയിൽ നടന്ന പ്രതിഷേധങ്ങളെക്കുറിച്ച്. അതിന് ശേഷം ഞങ്ങൾ പോയത് അഗ്രസീവ് വാർ ക്രൈംസ് എന്ന് പറഞ്ഞൊരു സെഷനിൽ. അവിടെ ശരിക്കും പറഞ്ഞാൽ ആ ഫോട്ടോസൊക്കെ കണ്ടു കഴിഞ്ഞാൽ നമ്മുടെ കണ്ണ് നിറഞ്ഞു പോകും. ആ സമയത്ത് ഇവരോട് 20 വർഷം ഇവർ അനുഭവിച്ച വേദനകളെക്കുറിച്ച് നമ്മുടെ മനസ്സിൽ നല്ല ഒരു വല്ലാത്തൊരു ഫീലിംഗ് വരും. ശരിക്കും അത് കണ്ടു നിൽക്കാൻ പറ്റത്തില്ല. അത്രയും ക്രൂരതയാണ് അമേരിക്കൻ സോൾജേഴ്സ് അവരോട് ചെയ്തത്, ആ യുദ്ധത്തിൽ അവർ അനുഭവിച്ചത്. അത് നമുക്ക് ഫോട്ടോസിലൂടെയും ഒത്തിരി കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഒരു സീവേജ് പിറ്റാണ്. അതിനകത്ത് ഒരു കുഞ്ഞു പിള്ളേരെ ഹൈഡ് ചെയ്തത് അത് അവർ അതേപോലെ പ്രിസർവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇപ്പം നിങ്ങൾ കാണുന്നത് ഒരു പ്ലെയിനിൻ്റെ, അത് തകർന്ന ഒരു പ്ലെയിനിൻ്റെ ഒരു പീസാണ്. ഇങ്ങനെ പല അതായത് അന്ന് ആ സമയത്ത് അവർ യൂസ് ചെയ്ത വെപ്പൺസ്, ഇങ്ങനെ എയർക്രാഫ്റ്റിൻ്റെ പീസസ് അവർ ശേഖരിച്ചതും അവർ പിടിച്ചെടുത്തതുമായ കാര്യങ്ങൾ അവിടെ ശേഖരിച്ച് വെച്ചിട്ടുണ്ട്. ഇതാണ് നൽപാം ഗേൾ എന്ന് പറയുന്നത്. നപ്പാം എന്ന് പറയുന്നത് ഒരു ഡീസൽ, ഒരു പെട്രോ കെമിക്കൽ വെപ്പണായിരുന്നു. അത് പൊട്ടിത്തെറിച്ചതിന് ശേഷം ഈ കുഞ്ഞിൻ്റെ ബാക്ക് സൈഡ് മൊത്തം കത്തുകയും അത് രക്ഷപ്പെട്ട് ജീവന് കൊണ്ട് ഓടുകയും ഒരു നേക്കഡായിട്ടുള്ളൊരു ഫോട്ടോ ആണ്. ഞാനത് കുറച്ച് ഹൈഡ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. നേക്കഡായിട്ടുള്ള ഫോട്ടോ, കൊച്ചു കുഞ്ഞിൻ്റെ, അത് ഒരു ഫോട്ടോഗ്രാഫർ എടുത്തത്, ലോക പ്രശസ്തരായ ഫോട്ടോ. ശരിക്കും പറഞ്ഞാൽ ക്രൂരതയുടെ കൊടുമുടി എന്നൊക്കെ പറയുന്ന പോലെ ഇത് ഫോസ്ഫറസ് ബോംബിങ് ചെയ്തതും അവരുടെ ഫേസിലൊക്കെ ചെയ്തതും അവരുടെ മുഖത്ത് വീണ കാര്യങ്ങളൊക്കെയാണ്. പിന്നെ സംഭവിച്ചതെന്ന് പറഞ്ഞാൽ ഏജൻറ്റ് ഓറഞ്ച് എന്ന് പറഞ്ഞൊരു ഏജൻറ്റാണ് അവർ സ്പ്രേ ചെയ്ത് ആ സമയത്ത് 366 കിലോ ഡയോക്സിൻ എന്ന് പറഞ്ഞൊരു കെമിക്കലാണ് അവർ സ്പ്രേ ചെയ്തത്. അതായത് 26,000 ഗ്രാമങ്ങളിലാണ് അവർ സ്പ്രേ ചെയ്ത്. അത്രയും ക്രൂരതയാണ് അവരവിടെ കാണിച്ചത്. അപ്പോൾ ഇത് വളരെ ഒരു ടോക്സിക് ആയിട്ടുള്ള ഒരു കെമിക്കലാണ്. ജനറ്റിക് ഡിസോർഡേഴ്സും ജനേന്ദ്രിയമായ അവിടെ ജനിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് പോലും ആ ഒരു ജനറ്റിക് ഡിസോർഡറൊക്കെ ഉണ്ടായി വരുന്നത്. ആ കാലഘട്ടത്തിൽ അവർ യൂസ് ചെയ്ത വെപ്പൺസൊക്കെ കാണാൻ പറ്റും. പിന്നെ അവരത് എങ്ങനെയാണ് സ്പ്രേ ചെയ്തതെന്നുള്ള ഒരു ഡിസ്പ്ലേ ഒക്കെ ഒരു ചെറിയ ടെലിവിഷനകത്ത് അവരിങ്ങനെ കാണിക്കും. നമ്മൾ ഈ വലിയ എസ്റ്റേറ്റിലൊക്കെ നമ്മൾ ഫെർട്ടിലൈസറൊക്കെ സ്പ്രേ ചെയ്യുന്ന പോലാണ് അവർ ആ ഏജൻറ്റ് ഓറഞ്ച് സ്പ്രേ ചെയ്തത്. നമുക്ക് ആ ഫോട്ടോഗ്രാഫ്സിനകത്തൂടെ തന്നെ നമ്മുടെ മനസ്സ് തകർന്നു പോകും. അവിടെ ഉണ്ടായ കുഞ്ഞുങ്ങളുടെ വൈകല്യവും അവരുടെ ഓരോ നോട്ട്സും അവരെഴുതിയ
പോയട്രിയും അവർ ഒബാമയ്ക്ക് എഴുതിയ കത്ത് വരെ അവിടെ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. വളരെ സങ്കടകരമാണത്. പിന്നെ അതിനുശേഷം ഈ വൈകല്യമുള്ളവരുടെ ഒരു ഷോപ്പുണ്ട്. അവിടെ നമുക്ക് ഒത്തിരി പർച്ചേസ് ഒക്കെ ചെയ്യാം. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കണക്ക്. അതായത് വേൾഡ് വാർ 2 പോലും 3 വർഷം 8 മാസമേ ഉള്ളായിരുന്നു. വിയറ്റ്നാം വാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 17 വർഷം 2 മാസമാണ് നടന്നത്. ഒന്ന് ആലോചിച്ച് നോക്കിയാൽ ഇപ്പം എന്തുമാത്രം യാതനകളാണ് അവർ അനുഭവിച്ചത് അത്രയും വർഷമായിട്ട്. അതിൻ്റെ ഫുൾ കണക്കുകളും അതിന് അവരുടെ പൈസ നഷ്ടമായി, എന്തുമാത്രം വെപ്പൺസ് യൂസ് ചെയ്ത് എല്ലാം അവിടെ ഒരു കണക്കുകൾ അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. പിന്നെ നമ്മളിതെല്ലാം കഴിഞ്ഞ് വെളിയിൽ വരുമ്പോൾ നമുക്കൊരു തൂക്കിക്കൊല്ലുന്നത് വെട്ടിക്കളയുന്നത് പോലുള്ള ഒരു മെഷീൻ്റെ ഫ്രണ്ടിൽ കൊണ്ടൊക്കെ വെച്ച് അവർ അറുത്ത് കളയാറുണ്ട്. ഇത് കണ്ടില്ലേ, ഇപ്പം ഇതൊരു മോഡലാണ്. അതവിടെ കാലിങ്ങനെ കെട്ടി ഇങ്ങനെയൊക്കെ ആണ് അന്നത്തെ കാലത്ത് അവർ ഇത് ജയിലാണ്. പിന്നെ ഈ കാണുന്നതാണ് ഇതിൻ്റെ ഇടയ്ക്കോട്ട് തല വെച്ചതിന് ശേഷം മേളിലിരിക്കുന്ന വെപ്പണിന് ഏകദേശം ഒരു 50 കിലോ ഭാരമുള്ള സാധനമാണ്. അതിനാണ് ഗലോട്ടിൻ പേര് പറയുന്നത്. ഓക്കെ, നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. മറ്റുള്ള കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങൾക്ക് പിന്നെ വിയറ്റ്നാമിലേക്ക് പോകാൻ വേണ്ടി നിങ്ങൾക്ക് പ്ലാൻ ചെയ്യുന്ന നമ്മുടെ കൊറോണ ഒക്കെ കഴിഞ്ഞ് നമ്മുടെ ബ്രേക്ക് ചെയിനും ഈ ലോക്ക്ഡൗണും ഒക്കെ കഴിഞ്ഞ് നമ്മളെല്ലാം ഒന്ന് ഫ്രീ ആവുന്നൊരു സമയം വരും. അന്നേരം നമുക്ക് കൂടുതലായി വിയറ്റ്നാമിനെ കുറിച്ച് ചിന്തിക്കാം.